that I have learned from my Father. The Lord be with you. Reading from the Holy Gospel according to St. Matthew. Jesus exclaimed, I bless you, Father, Lord of heaven and of earth, for hiding these things from the learned and the clever, and revealing them to mere children. Yes, Father, for that is what it pleased you to do. Everything has been entrusted to me by my Father, and no one knows the Son except the Father, just as no one knows the Father except the Son, and those to whom the Son chooses to reveal him. This is the gospel of the Lord. Praise the Lord Jesus Christ. May the Holy Gospel wipe away our sins. വളരെ ശരിക്കും ഞാൻ ഇന്ന് കാരിസത്തിൻ്റെ ക്ലാസ് ഇങ്ങനെ വളരെ കുറച്ചേ ഞാൻ കേട്ടുള്ളൂ. അവസാനം അതിനെക്കുറിച്ച് അവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്ത് പറയണം എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന വചനമാണിത്. നിങ്ങളിപ്പോൾ കേട്ടു. എന്താണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകുന്നത്? നമ്മൾ ലിസൺ ചെയ്ത വാക്കാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്താണ്? എന്തിനെ കുറിച്ചാണ് പറയണേ? സ്വർഗരാജ്യത്തിലെ രഹസ്യങ്ങൾ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു? ശിശുക്കൾക്ക്, അല്ലേ? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് തന്നെ നന്ദി പറയുന്നത്. ശരിക്കും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് തന്നെയാണ്. കുട്ടികളെ പോലെ ആവുക, ദാറ്റ്സ് എ മെയിൻ തിങ്, അല്ലേ? കുഞ്ഞുങ്ങളായിട്ട് മാറുക. അപ്പോൾ എന്ത് കിട്ടും? ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്താണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? വാട്ടാർ നിഷ്കളങ്കത, പിന്നെ സ്പോണ്ടേനിയസ്, പറയുന്നത് അതുപോലെ വിശ്വസിക്കും, പിന്നെ ട്രസ്റ്റ് ഇൻ ദ ഫാദർ ആൻഡ് മദർ, ഓപ്പൺ ആണ്, ജോയ്ഫുൾ ആണ്. ഓക്കെ, ഇതെല്ലാം പ്രത്യേകതയാണ്, കുട്ടികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് നമ്മൾ ഈ പറയുന്നത് പോലെ നിഷ്കളങ്കതയാണ്, അല്ലേ? ഇന്നസെൻസ് ഓഫ് ചിൽഡ്രൻ. അതിനെക്കുറിച്ച് വരുമ്പോൾ നമുക്കറിയാം, ഒരിക്കൽ ഒരു പാസ്റ്റർ ഇങ്ങനെ നടക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ച ഇതാണ്. ഒരു കുട്ടി ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് കോളിംഗ് ബെല്ല് ഇങ്ങനെ അമർത്താനായിട്ട് നോക്കുകയാണ്. ഓക്കെ, കോളിംഗ് ബെല്ല് അവനെത്തുന്നില്ല, അവൻ ചാടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പാസ്റ്റർ അടുത്ത് വന്നിട്ട്, മോൻ എന്ത് പറ്റി, എന്ത് വേണം? അപ്പം കുട്ടി പറഞ്ഞു, എനിക്കിത് അമർത്തണം. ഓക്കെ, ആ പാസ്റ്റർ അമർത്തിയിട്ട് പിന്നെ നമുക്ക് ഒരു ചിരിച്ചു. എന്നിട്ട് കുട്ടിയോട് പാസ്റ്റർ ചോദിച്ചു, നൗ വാട്ട്? അപ്പോൾ കുട്ടി പറഞ്ഞു, റൺ. കുട്ടികളുടെ ശരിക്കും പറയണ കുട്ടികളുടെ ഒരു നിഷ്കളങ്കതയാണല്ലേ. കാരണം ഒരുപക്ഷെ ഇങ്ങനെ കളിയാക്കാൻ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് എന്താണ്? റൺ എന്ന ഒരു വാക്ക്. തീർച്ചയായിട്ടും ഇതാണ് നിഷ്കളങ്കത എന്ന് പറയുന്നതാണ്. കുട്ടികളൊന്നും തന്നെ എന്താണ് മറച്ചു വയ്ക്കില്ല. എന്ത് ചെയ്യും? അവരുടെ ആ നിഷ്കളങ്ക മനോഭാവം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ ആസ് വി ഗ്രോ, വളർന്നു വരുമ്പം ഈ നിഷ്കളങ്ക നമുക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. എവിടെ പോകുന്നു നിഷ്കളങ്കത? എവിടെ പോകുന്നു? ഡിസപ്പിയേഴ്സ്, വേർ ഇറ്റ് ഗോസ്, അല്ലേ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആ ചൈതന്യം, ആ നിഷ്കളങ്ക മനോഭാവം നമ്മളിലേക്ക് ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം വളർന്നുമ്പോൾ. സാധാരണഗതിയിൽ വളരും തോറും എന്ത് ചെയ്യണം? അത് നമ്മുടെ ഒപ്പം വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്. പക്ഷേ നമ്മൾ വളരും തോറും ഇതെന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിഷ്കളങ്കത നമ്മുടെ മനസ്സിൽ നിന്നും ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ നമ്മൾ കാപ്പട്യം ഉണ്ടാവും, അല്ലേ? മുഖംമൂടി ഉണ്ടാവും. ഈ മുഖംമൂടിയാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ഈ നിഷ്കളങ്കതയിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് കൊണ്ടുപോകുന്നത്. നമ്മൾ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നമ്മളെന്ത് ചെയ്യുന്നു?
വേറൊരു സ്വഭാവം നമ്മുടെ മനസ്സിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നു. മൂടിക്കളയും. നമ്മുടെ നിഷ്കളങ്കത മനോഭാവത്തെ മൂടിയിട്ട് കാപട്യം കൊണ്ട് അല്ലെങ്കിൽ മാസ്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നിറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൈതന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ കാരിസം റിട്രീറ്റിന്റെ ആദ്യം തുടക്കമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കുറേ പേർ ഇതിനു മുമ്പ് കുറേയൊക്കെ കൂടിയിട്ടുണ്ടാകും. പക്ഷെ കൂടിയിട്ടുണ്ടായിട്ടും ആ കാരിസത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് മാറും. അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? ഇപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരാണ്, കുഞ്ഞുങ്ങളെ പോലെയാണ്. കാരണം ഈ കാരിസത്തിലൂടെ നമ്മൾ എന്താണ് കാരിസം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഒരു കുട്ടികളുടെ ചൈതന്യത്തോടുകൂടെ നമ്മൾ അതിനെ സ്വീകരിച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് നമുക്ക് പറ്റണം. എങ്കിൽ മാത്രമേ അതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രത്യേകത കുട്ടികൾ. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ലാളിത്യവും ഒരു ഹ്യൂമിലിറ്റിയുമാണ്. എളിമയും ലാളിത്യവും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും എപ്പോഴും, അല്ലേ? കുഞ്ഞുങ്ങൾ സാധാരണ അതിൽ ഇപ്പോഴത്തെ കുട്ടികളൊരു ചെയ്യില്ല. പണ്ട് നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മുതിർന്ന വരുമ്പോൾ നമ്മൾ ചാടിയൊക്കെ എഴുന്നേക്കും, സ്തുതിയൊക്കെ കൊടുക്കും. ഇപ്പോൾ അത് കുട്ടികളൊന്നും കാണത്തില്ല. മനസ്സിലായി? പണ്ട് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലേ? മുതിർന്നവരോ അല്ലെങ്കിൽ വൈദികരോ സിസ്റ്റേഴ്സൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ചാടി എഴുന്നേറ്റ് ഈശോ മിശിഹായെന്ന് പറയും. ഇപ്പോൾ പിള്ളേർ ഇതൊന്നും ഇല്ല. കാരണം എന്താ? നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്കുള്ളതല്ലേ മറ്റുള്ള കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലാളിത്യവും എളിമയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് പറ്റണം നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല. കാരണം നമുക്കറിയാം വൈസ് സിംസൺ, നിങ്ങൾ ഒത്തിരി പേര് നേഴ്സുമാരാണ്. വൈസ് സിംസന്റെ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാവോ? വൈസ് സിംസൺ ഓക്കെ, ക്ലോറോഫോം കണ്ടുപിടിച്ചാരാ? വൈസ് സിംസനാണ്. ക്ലോറോഫോമിന്റെ അകത്ത് എന്താ? മയക്ക് വെക്കുന്നല്ലേ? ഈ മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് എന്താ ചെയ്യുന്നത്? ഒരാൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരണമെങ്കിൽ എന്ത് ചെയ്യണം? തുന്നി കയറ്റും, അല്ലേ? വലിയ സൂചി കൊണ്ട് തുന്നിയാണ് കയറ്റുന്നത്. കയറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ ഒന്നും അറിയത്തില്ല, അല്ലേ? എനിക്ക് അടുത്ത കാലത്ത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പല്ലിങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പം പല്ല് വേദന എടുത്ത് 2 ആഴ്ച ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് പല്ലെടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് വലിയ പ്രശ്നമായിരിക്കും. കാരണം എൻ്റെ ദേഹത്ത് ഒരു മുറിവ് പോലും ഇതുവരെ കൊണ്ടിട്ടില്ല, ഒരു തുന്നിക്കെട്ടൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഓർത്തത് വലിയ സംഭവമായിരിക്കും എന്ന് പേടിച്ച് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ ഈ സാധനം അല്പം എടുത്ത് മരുന്നിങ്ങനെ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, കംപ്ലീറ്റ് മരവിച്ചിങ്ങനെ അനങ്ങാൻ പറ്റാത്ത ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയാണത്, പോകുന്നില്ല. അപ്പം ഒരു വേദനയില്ലായിരുന്നു ശരിക്കും പറയാനായിട്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എന്തായിരിക്കും? വായ കൊണ്ട് വെച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? പല്ല് വലിച്ചങ്ങ് പൊറിച്ചെടുക്കും, അല്ലേ? അപ്പം അതാണ്. അപ്പം ഇത് കണ്ടുപിടിച്ച ഈ മനുഷ്യൻ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇയാൾ പ്രതീക്ഷിച്ച എന്താണ്? അയാൾ കണ്ടുപിടിച്ച ക്ലോറോഫോം ആയിരിക്കും ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പക്ഷെ അയാൾ പറഞ്ഞെന്താണ്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് യേശുവിനെ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിച്ചതാണ്. യേശുവിനെ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിച്ചാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അത് ഒരു എളിമയുള്ളത് കൊണ്ടാണ്. ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് പറയും? ഇതൊന്നുമല്ല. എന്താണ് എൻ്റെ ജീവിതത്തിലെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്? ഞാൻ കണ്ടുപിടിച്ച ക്ലോറോഫോമാണ് എന്ന് അനേക ആയിരങ്ങൾക്ക്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാർക്ക് വേദനയില്ലാതെ ഓപ്പറേഷൻ ചെയ്യുവാനും ഒക്കെ പറ്റുന്ന ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞെന്താണ്? നിഷ്കളങ്കമായിട്ട് ലാളിത്യത്തോടുകൂടെ എളിമയോടുകൂടെ പറഞ്ഞ കാര്യം എന്താ? എൻ്റെ ജീവിതത്തിലെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഈ ക്ലോറോഫോം കണ്ടുപിടിച്ചൊന്നുമല്ല, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചതാണ്. പക്ഷേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണിത്. നമുക്ക് എളിമയ്ക്ക് പറയാം, എളിമയുടെ ഓപ്പോസിറ്റ് എന്താണ്? അഹങ്കാരമാണ്. നമുക്ക് അഹങ്കാരമാണ്. കാരണം ഒരുപക്ഷെ ചില വ്യക്തികളൊക്കെ എന്താണ്, ഒത്തിരിയേറെ കൃപകളുണ്ട്. പക്ഷെ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ്? നമ്മൾ അഹങ്കരിക്കുമ്പോൾ. നമ്മൾ കാരിസം റിട്രീറ്റിന്റെ കൂടി കുറേ പേരുടെ വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു വിധത്തിലുള്ള അഹങ്കാരം ചിലപ്പോൾ, അത് സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയും. ആ സാധനം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തീർന്നു. അഹങ്കാരികളായിട്ട് മാറരുത്. പക്ഷെ എന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിനാണ് എല്ലാ മഹത്വവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയിടണം. എളിമ, ലാളിത്യം, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അവസാനമായിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ, ഈ വചനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? വാട്ട് ഈസ് പ്രയർ? ദൈവമായിട്ടുള്ള ഒരു സംഭാഷണം,
സംഭാഷണം എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നമ്മൾ എത്ര പേര് അങ്ങനെ ചെയ്യും? കാരണം നമ്മൾ പലപ്പോഴും എന്താണ്, ആന്റണി ഡിമല്ലയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവചനത്തിലാണ് അദ്ദേഹം പറയുന്നതാണ്, ഞാൻ സംസാരിക്കുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു, ഞാനും മിണ്ടുന്നില്ല, ദൈവവും മിണ്ടുന്നില്ല. അതാണ് പ്രാർത്ഥന. ഞാൻ സംസാരിക്കുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു, ഞാനും മിണ്ടുന്നില്ല, ദൈവവും മിണ്ടുന്നില്ല. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ശരിക്കും ശക്തമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ആരെ കേൾക്കുന്നത്? ദൈവം കേട്ടുകൊണ്ടിരിക്കും. ദൈവം സംസാരിക്കുമ്പോഴോ എനിക്ക് കേൾക്കാൻ പറ്റണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എന്താണ്, ഒരു ശരിക്കുമുള്ള ഒരു ഏകാന്തത എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷനാണ്, ഒരു കോണ്ടംപ്ലേഷനാണ്. ആ കോണ്ടംപ്ലേഷനിൽ എന്താ പറ്റുന്നത്? ദൈവം സംസാരിച്ച് എന്താണെന്ന് എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതാണ് ശരിക്കുമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ചെവിയൊക്കെ അടഞ്ഞ് പൊട്ടിപ്പോയി കാണും കയറും, അല്ലേ? ദൈവത്തെ ശ്രമിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥന വീണ്ടും എന്താണ്, നമ്മൾ കൊന്തയൊക്കെ ചൊല്ലുമ്പോഴോ എന്ത് പോക്കാണ് പോണതല്ലേ? എന്ത് പോക്കാണ് പോണേ? വലിയ മനസ്സിലാക്കിയിട്ടാണോ പറയണേ? അതോ മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണോ, വീട്ടുകാരെ കാണിക്കാനായിട്ടാണോ? അങ്ങനെയാണോ? എന്ത് ഫാസ്റ്റായിട്ടാണ് പോണല്ലേ? എന്ത് ഫാസ്റ്റായിട്ടാണ് പോണേ? അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ഒരു സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു 5-6 വാക്കുകളും കൊണ്ട് പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ വീണ്ടും പ്രാർത്ഥിച്ച്, മാതാവ് ഒന്നുകൂടെ പ്രത്യക്ഷപ്പെട്ടു, ഒന്നുകൂടെ പറയാവോ? മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും അങ്ങനെ ടട്ടോടാന്ന് പറഞ്ഞു പോടി. വീണ്ടും അവർക്കെന്താ മനസ്സിലാവുന്നില്ല. അപ്പം മാതാവ് വന്നപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം, മാതാവ് എന്താണ് പറഞ്ഞു, ഒന്ന് പറയാവോ? അപ്പം മാതാവ് പറഞ്ഞൊരു കാര്യം എന്താണ്, നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ്, എനിക്കും ഒന്നും വ്യക്തമല്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമുണ്ടാവില്ല, അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കുറച്ചാണെങ്കിലും മീൻ ചെയ്യുക, വാട്ട് യു മീൻ, അല്ലേ? അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. നമ്മൾ എന്തുമാത്രം സമയം പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ കാര്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഒത്തിരിയേറെ കൃപകൾ, കിട്ടുന്ന കൃപകൾ നമ്മൾ തന്നെ സൂക്ഷിക്കാനായിട്ടും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഈ 3 കാര്യങ്ങളും ക്രോഡീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ എന്തായി കള്ളമായിട്ട് മാറും. അതുകൊണ്ടാണ് അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുമ്പം നടന്നു കൊണ്ടുപോകുക. അപ്പം ഒരു പട്ടിക്കുട്ടി അവർക്ക് കിട്ടും. ഈ പട്ടിക്കുട്ടി കിട്ടിയപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും വേണം. അപ്പം അവരെന്ത് ചെയ്തു? ഒരു പന്തയം വെക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബെറ്റ് വെക്കാം. അതായത് ഏറ്റവും വലിയ കള്ളം പറയുന്ന ആൾക്ക് ഈ പട്ടിക്കുട്ടിയെ കൊടുക്കാം. ഇങ്ങനെ ഇവരെന്ത് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൂടെ ഒരു വൈദ്യം കടന്നു പോകുമ്പം ഈ പിള്ളേരിങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പിള്ളേർ ചോദിച്ചു, മക്കളെ എന്ത് പറ്റി? അപ്പം അച്ഛനോട് പിള്ളേർ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒരു പട്ടിക്കുട്ടിയേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഞങ്ങളുടെ ബെറ്റ് വെച്ചിരിക്കുകയാണ്, ഏറ്റവും വലിയ കള്ളം പറയുന്ന ഒരാൾക്ക് ഈ പട്ടിക്കുട്ടി കൊടുക്കും. അപ്പം അച്ഛൻ അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കളെ നിങ്ങൾ കള്ളമൊന്നും പറയരുത്, നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാൻ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ പറഞ്ഞു, കം ഓൺ ലെറ്റ് us give him. കാരണം പുള്ളി പറഞ്ഞ ഏറ്റവും വലിയ കള്ളം ഈ പ്രായത്തിൽ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊന്നല്ല, മറിച്ച് എന്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്? എന്താണ്? കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കള്ളം പറയാതെ സത്യമായിട്ടും ദൈവത്തിന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റണം. അല്ല എങ്കിൽ ഇതുകൊണ്ട് അർത്ഥമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ കണ്ട ചിന്തകൾ ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നിഷ്കളങ്കതയാണ്. കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, 3 പ്രത്യേകതകളെന്ന് പറഞ്ഞു. ഒന്നാമതായിട്ട് പറഞ്ഞത് നിഷ്കളങ്കതയാണ്, 2 ലാളിത്യവും, പിന്നെ എളിമയും, പിന്നെ അവസാനം നമ്മൾ പറഞ്ഞത് പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാരിസം നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോ നമുക്ക് നൽകിയ ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കാം. ഒപ്പം തന്നെ ഈ റിട്രീറ്റിൽ നമുക്ക് ലഭിച്ച എല്ലാ കാരിസങ്ങളെയും, ഒപ്പം തന്നെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർക്കാം. ഈശോ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഈ സന്ദേശത്തെക്കുറിച്ച് ഓർക്കാം. നമ്മൾ ചെറിയായിട്ട് 2-3 പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലാം. നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടിയും, ഒപ്പം തന്നെ നമ്മുടെ ജീസസ് മൂവ്മെൻറ്റിന് വേണ്ടിയും,
നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നമ്മുടെ തിരുസഭയെ അങ്ങയുടെ തൃപാദങ്ങൾ സമർപ്പിക്കുകയാണ്. പോപ്പ് ഫ്രാൻസിസിനെയും എല്ലാ കാർഡിനൽസിനെയും ആർച്ച് ബിഷപ്പ്മാരെയും ബിഷപ്പ്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങയുടെ തൃപാദങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൃപകൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. അങ്ങ് നൽകുന്ന മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Who have come here for the retreat, that we may be, as we have become aware about the salvation and that we are free, help us to remain in this state of grace and to grow more in wisdom and understanding, more into depth, and so that we may understand the mysteries within all what you have told us in the Gospels. For this we pray. Lord, hear our prayer. When we pray for the Thomas More and for his mission, I ask you, Jesus, to give him good health of mind, body and soul. I ask you, Jesus, to bless all those who hear him, all the places where he goes. May he be blessed. Lord, in your mercy, hear our prayer. അന്ത്യവിധി അവിടുത്തെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പരസ്പരം വിധിച്ച് സമയം പാഴാക്കാതെ കർത്താവെ അവരുടെ ആത്മാവിൽ വ്യാപരിക്കുവാനും ആത്മാവിന്റെ പ്രചോദനത്തിനനുസരിച്ച് ദൈവരാജ്യം വളർത്താനായിട്ട് കർത്താവെ ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുവാനും അനുസരിക്കുവാനും ശിശുക്കളെ പോലെ നിർമ്മലമായി ദൈവരാജ്യത്തെ കാണാനും വലിയ കൃപ തന്ന കർത്താവെ ജീവിതത്തിനെയും മറ്റെല്ലാ മൂവ്മെന്റുകളെയും മിനിസ്റ്റുകളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങനെ പ്രിയപ്പെട്ട നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമസ് പൗലോസിന്റെ നന്ദി പറയുന്നു. അതോടൊപ്പം കർത്താവെ സഭയിലേക്ക് അനേകം ലേ മിനിസ്റ്റേഴ്സിനെ അനേകം വനിതാ പ്രഭാഷകരെ നൽകണമെന്ന്, അതുമാത്രമല്ല അനേകം ദൈവവിളികളുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ യൂറോപ്പിലെ കർത്താവ് ഇപ്പോൾ 5 ലക്ഷം ദൈവവിളികൾ സമർപ്പിക്കപ്പെടുന്നത് വരുന്ന 10 വർഷം കൊണ്ട് കർത്താവ് അത് 10 ലക്ഷത്തിൽ പരമായി വളരുവാനായിട്ട് അങ്ങനെ ലോകമെമ്പാടും അനേകം ദൈവവിളികൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകണമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം മനസ്സിലാക്കാത്ത വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ഈശോ ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ഓപ്പണിങ്സ് തന്നുകൊണ്ട് അതിനുള്ളൊരു തുറവിയും ഈശോ അതിനു വേണ്ടിയിട്ട് അവസരങ്ങളും അതിനുവേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ രാജ്യത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ എല്ലാവരും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മാവിന്റെ ഞാൻ വിചാരണമായി കർത്താവിനെ ജീവിതത്തിന് പ്രത്യേകമായി പ്രത്യേകിച്ചും യൂറോപ്പിലെ UK എല്ലാ ഹൈസ്കൂളുകളിലും 6th ഫോം കോളേജുകൾ യൂണിവേഴ്സിറ്റികളിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പുതിയ മിനിസ്ട്രികളെ പുതിയ അഭിഷേകം നൂതനമായ ശൈലികൾ അതിനുള്ള അഭിഷേകത്തിനുള്ള റിസോഴ്സ് അതിനുള്ള വോളണ്ടിയേഴ്സ് നൽകി ജീസസിനെ അഭിഷേകം ചെയ്ത് ഉയർത്തണമെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മുതൽ നടക്കാൻ പോകുന്ന ട്രീറ്റിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന കർത്താവിൽ അതിൽ വരുന്ന ഓരോ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവിൽ അവരെല്ലാം ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടും മനസ്സിലാക്കി ജീവിക്കുവാനായിട്ടും ദൈവത്തിന് വേണ്ടിയിട്ട് വേല ചെയ്യുവാനായിട്ടുമുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. ആത്മാ നിറവും ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ.
ഈശോയുടെ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ഓരോ നിമിഷവും നിന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാത്രം നൽകുന്ന കുട്ടികളായിട്ട് അവർ രൂപപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനത്തിനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. തുടർന്നുള്ള ജീവിതത്തിലും ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. Pray, friends, that our sacrifice may be acceptable to God, the Almighty Father. Accept, O Lord, we pray, the offerings which we bring from the abundance of your gifts, that through the powerful working of your grace, these most sacred mysteries may sanctify our present way of life and lead us to eternal gladness through Christ our Lord. Amen. The Lord be with you. Lift up your hearts. Let us give thanks to the Lord our God. It is truly right and just, our duty and our salvation, always and everywhere, to give you thanks, Lord, Holy Father, Almighty and eternal God. For in you we live and move and have our being, and while in this body, we not only experience the daily effects of your care, but even now possess the pledge of life eternal. For having received the first fruits of the Spirit, through whom you raised up Jesus from the dead, we hope for an everlasting share in the Paschal mystery. And so with all the angels we praise you, as in joyful celebration we acclaim. Holy, 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 Lord, Lord of hosts, heaven and earth are full of your glory. Hosanna in the highest. Blessed is he who comes in the name of the Lord. Hosanna in the highest. Dear friends, this is the most important aspect of our Holy Eucharist, where we see this mere bread and wine going to be Jesus' own body and blood. Let us offer along with this bread and wine, offer ourselves completely and totally, offer all our intentions, and see that Jesus can do everything. It is very clear in the scriptures. Jesus made water into wine. He healed the sick. He raised the dead. He multiplied the food. So it is very clear that he can do everything. Everything is possible for Jesus. Let us offer all our anxieties, all our pains and all our worries along with this, so that he may touch us, he may heal us, he may purify us. And also let us be thankful to him for his very presence amidst us. As a thanksgiving, let us raise our voice for a moment and praise and thank him. Hallelujah, hallelujah, praise you Lord, praise you Lord. Thank you Lord, thank you Lord, thank you, praise you Lord, praise you Lord, praise you Lord. Hallelujah, 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 hallelujah. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you, praise you, praise you, praise you, praise you. Hallelujah, 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 hallelujah. Praise you Lord, praise you, praise you, praise you, praise you, praise you, praise you. Praise you Lord, praise you Lord, praise you Lord, hallelujah, 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 hallelujah.
You are indeed holy, O Lord, the fount of all holiness. Make holy, therefore, these gifts, we pray, by sending down your Spirit upon them like the dewfall, so that they may become for us the body and the blood of your Son, our Lord Jesus Christ. At the time he was betrayed and entered willingly into his passion, Jesus took bread and, giving thanks, broke it and gave to his disciples, saying, "Take this, all of you, and eat of it, for this is my body, which will be given up for you." In a similar way, when supper was ended, Jesus took the chalice, and once more giving thanks, he gave it to his disciples, saying, "Take this, all of you, and drink from it, for this is the chalice of my blood, the blood of the new and eternal covenant, which will be poured out for you and for many for the forgiveness of sins. Do this in memory of me." The mystery of faith. Save us, Savior of the world, for by your cross and resurrection you have set us free. Therefore, as we celebrate the memorial of his death and resurrection, we offer you, Lord, the bread of life and the chalice of salvation, giving thanks that you have held us worthy to be in your presence and minister to you. Humbly we pray that, partaking of the body and blood of Christ, we may be gathered into one by the Holy Spirit. Remember, Lord, your church spread throughout the world, and bring her to the fullness of charity, together with Francis our Pope and our Bishop and all the clergy. Remember also our brothers and sisters who have fallen asleep in the hope of the resurrection, and all who have died in your mercy. Welcome them into the light of your face. Have mercy on us all, we pray, that with the Blessed Virgin Mary, Mother of God, Saint Joseph, her spouse, with the blessed apostles and glorious martyrs, Saint Francis, Saint Padre Pio, Saint Anthony, and with all the saints on whose constant intercession we pleased you throughout the ages, we may merit to be heirs to eternal life, and may praise and glorify you through your Son, Jesus Christ. Now, this is a doxology where we praise the Trinitarian God, God the Father, God the Son, and God the Holy Spirit. After this prayer, we will sing Devapidave, Yeshwanatha, and Pavanatmave. Through him, and with him, and in him, O God, Almighty Father, in the unity of the Holy Spirit, all glory and all praise to us forever and ever. Amen. Piതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു.
ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. Let us pray together the prayer which our Lord Jesus Christ taught us. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Deliver us, Lord, we pray, from every evil. Graciously grant peace in our days, that by the help of your mercy we may be always free from sin and safe from all distress, as we await the blessed hope and the coming of our Saviour Jesus Christ. Lord Jesus Christ, who said to your apostles, "Peace I leave you, my peace I give you," look not on our sins but on the faith of your church, and graciously grant her peace and unity in accordance with your will, who live and reign forever and ever. Amen. The peace of the Lord be with you always. Let us offer each other a sign of peace with a beautiful smile. Not bring into judgment and condemnation, but your loving mercy be found to touch mind and body in the healing remedy. Behold the Lamb of God. Behold him who takes away the sins of the world. Happy are those called to the supper of the Lamb. Lord, I am not worthy that you should enter under my roof, but you will say the word, and my soul shall believe you. May the body and blood of our Lord Jesus Christ bring an everlasting life. Bless the Lord, O my soul, and never forget all his benefits.
your praises, I will sing your praises forevermore. We will sing your praises, we will sing your praises, we will sing your praises forevermore. We will sing your praises, we will sing your praises, we will sing your praises forevermore. പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്വതന്ത്ര കാഴ്ചയിട്ടില്ല. പക്ഷേ ഈ കുർബാന മധ്യേ നമ്മളൊരു സ്വതന്ത്ര കാഴ്ച എടുക്കുന്നുണ്ട്. അത് നമ്മുടെ തോമസ് ബ്രദറിൻ്റെ മിനിസ്ട്രിയിലോട്ടാണ്. ബ്രദർ ആവശ്യപ്പെട്ടൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് പറയായിരുന്നില്ല. അതായത് നമ്മൾ ഇന്ന് രാവിലെ കേട്ടു ജീസസ് വണ്ടർ എന്ന് പറയുന്ന ശുശ്രൂഷ കുട്ടികളുടെ ഇടയിൽ കേരളത്തിൽ ഞാൻ പലപ്പോഴും പിള്ളേർക്ക് വെച്ചു കൊടുക്കാനായിട്ട് പ്രോഗ്രാം നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഈ ജീസസ് വണ്ടർ അല്ലാതെ. അപ്പോൾ അതിൻ്റെ ഒരു നമുക്കറിയാലോ ഏകദേശം 50,000 വീഡിയോകളാവും ഒരു മിനിറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അതായത് ഏകദേശം 600 പൗണ്ട്. അപ്പോൾ നമുക്ക് സാധിക്കുന്ന പോലെ 1 സെക്കൻഡോ 5 സെക്കൻഡോ ഒക്കെ നമുക്കത് സ്പോൺസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളത് കുറച്ച് കഴിയുമ്പം ഒരു ചെറിയ ഇത്ര പാസ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ദശാംശത്തിൽ ചെറിയൊരു അംശം സാധിക്കുന്ന പോലെ അത് കൊടുക്കുക. ഇപ്പോൾ ഇല്ലെങ്കിൽ സാരമില്ല, ചെക്കായാലും മതി. പക്ഷേ ഇപ്പോൾ ഈ പരിപാടിക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്യുക, സാധിക്കുന്ന പോലെ. യാതൊരു നിർബന്ധമില്ല, നിങ്ങളെല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തവരാണ്. ജസ്റ്റ് ഒരു ഡൊണേഷനായിട്ട് നമ്മൾ മിനിസ്ട്രിയിലേക്ക് നോക്കാനായിട്ട്. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സക്രാരയായിട്ട് മാറുകയാണ്. ക്രിസ്തു നമ്മളിലേക്ക് വരുമ്പോൾ സക്രാരയായിട്ട് നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ വെക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സക്രാരയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ സാക്രമെൻ്റ് എന്ന പാട്ട് നമ്മൾ ഒരുമിച്ച് പാടാം. Sacrament most holy, O sacrament divine, all praise and all thanksgiving be every moment thine.
We have consumed, O Lord, this divine sacrament, the perpetual memorial of the passion of your Son. Grant, we pray, that this gift, which he himself gave us with love beyond all telling, may profit us for salvation. We make our prayer through Christ our Lord. Amen. The Lord be with you. And with your spirit. May Almighty God bless us, the Father, and the Son, and the Holy Spirit. Amen. Go in peace, love, and unity of Christ, the Holy Mass is ended. Thanks be to God.